പോസിറ്റീവാണ്, നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്ന ആരും നമ്മുടെ കൂടെ നിൽക്കാറില്ല ഒരു പ്രശ്നം വരുമ്പം, അല്ലേ? നമ്മൾ വിചാരിക്കും ഓ ഇവരെല്ലാവരും ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. ഇല്ല, ഒരു പോയിന്റിലെത്തുമ്പോൾ ആ പോയിന്റിൽ, ആ പ്രശ്നത്തിൽ നമ്മൾ മാത്രമായിരിക്കും. നമ്മൾ ജനിക്കുമ്പോൾ ഒറ്റയ്ക്കാണ് വരുന്നത്, മരിക്കുമ്പോഴും ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. നമ്മൾക്ക് ഇന്ന ആളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നൊരു സിറ്റുവേഷൻ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയൊന്നുമല്ല, നമ്മളില്ലെങ്കിലും ഈ ലോകം നടക്കും. നമ്മൾക്ക് ശേഷം, നമുക്ക് മുന്നേ ആൾക്കാർ ഇവിടെ ജീവിച്ചിട്ടുണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, ഇല്ലേ? ഉണ്ട്. നമ്മൾ പോയാലും അടുത്ത ജനറേഷൻ വരെ അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും അങ്ങനെ ഒന്നുമല്ല, നമ്മൾ ആരുമല്ല, നമ്മളൊന്നുമല്ല. ആ ഒരു ചിന്തയിലൂടെ മുന്നോട്ട് പോയാലേ ഈ പറഞ്ഞ പോലെ ഈഗോയും ശത്രുതാ മനോഭാവവും അപ്പം നീ വലുത് ഞാൻ വലുത് ഇതൊന്നുമല്ല, ഇതൊന്നും ഇല്ല. ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് എത്ര മനോഹരമാണ് നമ്മുടെ ഒരു ക്രിയേഷൻ, മനുഷ്യൻ്റെ ക്രിയേഷൻ എന്ന് പറയുന്നത് എത്ര മനോഹരമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത് മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ചെറിയ ചെറിയ പെറ്റി റീസൺസിന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടി അതല്ല ജീവിതം, അതല്ല ജീവിതം.